ഷുബാസ് കിച്ചൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നോർത്ത് സ്റ്റൈലിൽ നല്ലൊരു എഗ്ഗ് ബുർജി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. പാവിനൊപ്പം ആയിരുന്നാലും ചപ്പാത്തിക്കൊപ്പമൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു എഗ്ഗ് ബുർജിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഞാനിവിടെ ചൂടായ കടായിലേക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായതിന് ശേഷം 2 സവാള കൊത്തിയരിഞ്ഞതും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. വെളുത്തുള്ളി ആണെങ്കിൽ ഒരു 3-4 അല്ലി ചെറുതായിട്ട് അരിഞ്ഞതും ഇഞ്ചി ഒരു ചെറിയൊരു കഷ്ണം ചെറുതായിട്ട് അരിഞ്ഞതുമാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ ക്യാപ്സികമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു വലിയ ക്യാപ്സികത്തിൻ്റെ പകുതി എടുത്തിട്ടുണ്ട്. അത് ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്നതായ തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ഞാൻ ഒരെണ്ണമാണ് എടുത്തിരിക്കുന്നത്. ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് വീണ്ടും നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ തക്കാളി നന്നായിട്ട് ഉടഞ്ഞിട്ടൊക്കെ ഉണ്ട്. ഇനി നമുക്കിതിലേക്ക് അല്പം മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ അല്പം മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാലയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. നമ്മുടെ മസാല കരിഞ്ഞു പോകാതെ സൂക്ഷിക്കണം. ലോ ഫ്ലെയിമിലിട്ട് ഏകദേശം ഈ പൊടികളെല്ലാം നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കണം. ഈ ഒരു എഗ്ഗ് ബുർജി ഉണ്ടാക്കുന്നതിനായിട്ട് ഞാനിവിടെ 3 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഇതേപോലെ മസാലകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയതിന് ശേഷം നടുഭാഗത്തോട്ട് ഈ 3 മുട്ട ചേർത്ത് കൊടുക്കുകയാണ്. ഇനി എഗ്ഗ് ബുർജിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മുട്ട ഒന്ന് വെന്ത് കിട്ടുന്നതിനായിട്ട് നമുക്കൊരു അടപ്പടച്ച് 1 മിനിറ്റോളം സമയം ഇതൊന്ന് വേവിക്കാനായിട്ട് വെക്കാം. 1 മിനിറ്റിന് ശേഷം നമുക്കിതിൻ്റെ മൂടി തുറന്ന് വീണ്ടും നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് മസാല എല്ലാം കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതുപോലെ 1 മിനിറ്റോളം സമയം ചെറു തീയിലിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കേണ്ടതാണ്. ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ എഗ്ഗ് ബുർജി ഇവിടെ തയ്യാറായിട്ടുണ്ട്. നോർത്ത് സ്റ്റൈലിലാണ് ഞാനിത് തയ്യാറാക്കിയിരിക്കുന്നത്. മുംബൈയിലെ ഫേമസ് ആയ പാവിനൊപ്പം കഴിക്കുവാൻ വേണ്ടിയാണ് ഞാൻ ഈ ബുർജി തയ്യാറാക്കിയിരിക്കുന്നത്. ചപ്പാത്തിക്കൊപ്പവും കഴിക്കാൻ നല്ലൊരു ടേസ്റ്റുള്ള ഒരു ബുർജിയാണ്. എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോയ്ക്ക് ലൈക്കും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ടും പറയാവുന്നതാണ്. അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായിട്ട് ഉടനെ വരുന്നവരെ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.